തിരുവനന്തപുരം പൊന്മുടിയിൽ കെ.എസ്.ആർ.ടി.സി ബസ് അപകടത്തിൽപ്പെട്ടു. കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുടെ സമയോചിത ഇടപെടലിലൂടെയാണ് വൻ ദുരന്തം ഒഴിവായത്. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, എന്താണ് സംഭവിച്ചത്? പൂജ, പൊന്മുടിയിലെ 6ാം വളവിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. വാഹനം താഴേക്ക് വലിയ കുത്തനെയുള്ള ഇറക്കമാണ്. അവിടെ നിന്നും വരുന്ന വഴിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വാഹനത്തിൽ നിറയെ യാത്രക്കാരായിരുന്നു. പൊന്മുടിയിലേക്കുള്ള എല്ലാ സർവീസുകളും ഇപ്പോൾ നിറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലുണ്ടായി. അങ്ങനെ വണ്ടി കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചു നിർത്തുകയായിരുന്നു. വണ്ടിയുടെ മുൻഭാഗത്തിനടക്കം തകരാറുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് ഈ സൈഡിലേക്ക് ചേർന്ന് കിടക്കുന്നതിനാൽ മറ്റു വാഹനങ്ങൾക്ക് പോകുന്നതിനുള്ള ഗതാഗത തടസ്സവും ഉണ്ടായിട്ടില്ല. പ്രിയദർശിനി കെ.എസ്.ആർ.ടി.സി ആണിത്. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്നും ഉള്ള ആദ്യ സർവീസ്, ഈ വണ്ടിയുടെ ആദ്യത്തെ സർവീസാണ് ഇന്ന് പോയത്. ആ സർവീസിലാണ് ഇപ്പോൾ അപകടം പറ്റിയിരിക്കുന്നത്. ആളുകൾക്ക് പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഡ്രൈവറുടെ കൃത്യമായ ഇടപെടൽ ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു, ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം മനസ്സിലായപ്പോൾ തന്നെ ഭിത്തിയിലേക്ക് ഇടിച്ച് വാഹനം ഡ്രൈവർ നിർത്തുകയായിരുന്നു. ശരി, ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. ഡ്രൈവർ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. കുത്തനെയുള്ള ഇറക്കമാണ്. 6ാം വളവിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അമൽ തേരമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.